ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇസ്രായേലിലെ കെയർ ഗീവർമാരായ ഇന്ത്യക്കാരെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. യുദ്ധ സാഹചര്യം കടുത്തിട്ടും അവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിലേക്ക് മടങ്ങാൻ തയ്യാറായില്ല. അതിന് കാരണമായത് ഇന്ത്യക്കാർ ഇസ്രായേലിൽ സുരക്ഷിതരായിരിക്കുമെന്ന വിശ്വാസമാണ്. മലയാളികളടക്കം അവരിൽ പലരും അത് തുറന്നു പറയുകയും ചെയ്തു. അതിനിടയിലാണ് ഇന്ത്യയിൽ നിന്ന് സംഘമായി ഇസ്രായേലിലേക്ക് കൃഷിപ്പണിക്കായി പലരും പോയത്. ചിലർക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ കൃഷിപ്പണിക്ക് പോയവരും ഹാപ്പിയാണ്. ഒരു കാലത്ത് ഗൾഫിലേക്ക് പോയാൽ ജോലിയും കൂലിയും ഉറപ്പാണെന്ന വിശ്വാസം മലയാളിക്കുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു ജോബ് ഡെസ്റ്റിനേഷൻ ആവുകയാണ് ഇസ്രായേലും. നിർമ്മാണ ജോലികൾക്കായി വലിയ തോതിൽ ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് അവർ. അതിന് മുന്നോടിയായി ഇസ്രായേലിൽ നിന്ന് ഒരു സംഘം കഴിഞ്ഞയാഴ്ച ഇന്ത്യയിലെത്തിയിരുന്നു. അടുത്ത ആഴ്ച മുതൽ റിക്രൂട്ട്മെന്റ് സംഘങ്ങൾ എത്തും. ആയിരക്കണക്കിന് നിർമ്മാണ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് ആവശ്യമുണ്ട്. ഈ മാസം 27 മുതൽ റിക്രൂട്ട്മെന്റ് നടപടികൾ ചെന്നൈയിലും ഡൽഹിയിലും തുടങ്ങും. ആദ്യഘട്ടത്തിൽ 10,000 പേരെ റിക്രൂട്ട് ചെയ്യാനാണ് പദ്ധതിയെന്നും പിന്നാലെ 30,000 പേർക്ക് കൂടി ജോലി നൽകുമെന്നും ഇന്ത്യയിലെത്തിയ ഇസ്രായേൽ ബിൽഡേഴ്സ് അസോസിയേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും വക്താവുമായ ഷായ് പോസ്നർ പറഞ്ഞു. ഡിസംബർ 27 ആരംഭിക്കുന്ന റിക്രൂട്ട്മെന്റ് 15 ദിവസം നീണ്ടു നിൽക്കും. റിക്രൂട്ട്മെന്റിനായി എത്തുന്ന ബിൽഡേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾക്കൊപ്പം ഇസ്രായേലി കൺസ്ട്രക്ഷൻ ആൻഡ് ഹൗസിംഗ് മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ യഹൂദ മോർഗൻസ്റ്റനും ഇന്ത്യയിലെത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ തൊഴിലാളികളെ ഇസ്രായേലിൽ ജോലി നൽകുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. സ്വദേശികളായ തൊഴിലാളികളെ കിട്ടാതായതോടെയാണ് നിർമ്മാണ മേഖലയിൽ വിദേശികളെ കൊണ്ടുവരാൻ ഇസ്രായേൽ തീരുമാനിച്ചത്. നേരത്തെ പലസ്തീൻ അധീന വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ളവരും ഗാസയിൽ നിന്നുള്ളവരുമായിരുന്നു നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും. ഹമാസുമായുള്ള യുദ്ധം തുടങ്ങിയതോടെ ഇവരുടെ എല്ലാം വർക്ക് പെർമിറ്റുകൾ ഇസ്രായേൽ റദ്ദാക്കി തൊഴിലാളികളെ മടക്കി അയച്ചിരുന്നു. ഇതും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമാക്കി. പിന്നെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളിലധികവും ചൈനയിൽ നിന്നും കിഴക്കൻ യൂറോപ്പിൽ നിന്നും വന്നവരായിരുന്നു. ഇവരെ കൊണ്ട് മാത്രം നിർമ്മാണ മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനാവില്ല. 1,60,000 പേർക്ക് നിർമ്മാണ മേഖലയിൽ അവസരമുണ്ട്. ഇതിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് നൽകാനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതെന്നാണ് സൂചന.